ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞാനൊരു ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ബേസിക്കലി എൻ്റെ 5 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാനില്ല. കാര്യം ഞങ്ങൾ ഇന്നലെ മാവേലിക്കര പോയിട്ട് വന്ന സമയത്ത് ലേറ്റായിപ്പോയി. അത് കാരണം ഓഫ് കോഴ്സ് അതിനുശേഷം എല്ലാവരും ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാനാണെങ്കിലും ഇന്നലെ രാവിലെ 5:30 എത്തി. അതിനുശേഷം ഉറങ്ങിയിട്ടില്ല. പിന്നെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും കാണാൻ വേണ്ടി മാവേലിക്കരയ്ക്ക് പോയി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഉറക്കം ഇങ്ങനെ നിന്നുകൊണ്ട് ഞാൻ കൂടുതൽ നേരം ഒന്ന് ഉറങ്ങി. ട്രിപ്പ് നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തു. ട്രിപ്പല്ല, ഞാൻ നെടുങ്കണ്ടത്തെ ജനിച്ചതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വർഷത്തിലൊരിക്കൽ ഇടുക്കിയിൽ പോകണം. എനിക്കത് ഇറ്റ്സ് എ വെരി ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മൈ ലൈഫ്. അതുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ ഇന്നലെ ഫുൾ ട്രാവലിങ്ങും ഉറക്കമില്ലായ്മയൊക്കെ ആയതുകൊണ്ട് പപ്പയും അമ്മയും കുറച്ച് നേരം കൂടി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ലൈക്ക് ഒരു ഡേ, എന്താ പറയുക, ഒരു റോഡ് ട്രിപ്പാണ് നമ്മൾ ഇന്നാളിൽ പോകുന്നത്. അപ്പം നമുക്കത് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ ഗൈസ്, ഞാൻ റെഡി ആയി കഴിഞ്ഞു. ആസ് ഐ ഓൾവേസ് ഞാൻ മോസ്റ്റ് കംഫർട്ടബിൾ ക്ലോത്ത്സിലാണ്. ആൻഡ് ഒരുപാട് എന്താ പറയുക, ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ടു ഗോ ദെയർ ആഫ്റ്റർ സച്ച് എ ലോങ് ടൈം. അപ്പം റോഡ് ട്രിപ്പും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓൾറെഡി ലേറ്റായി. എത്ര മണിയാണ്? 11 മണിയുടെ അടുത്തങ്ങാണ്ടായി. സാരമില്ല, പോയി എൻജോയ് ചെയ്തിട്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാ വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് പോകുമ്പോഴത്തേക്കിനും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണിത്. കാര്യം നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്കിനും ഹൗസ് ബോട്ട്സ് എല്ലാം ഇങ്ങനെ വന്നിട്ട് ഒത്തുചേർന്ന് കാണുമ്പോൾ ഇത് പ്രത്യേക രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വഴി ട്രാവൽ ചെയ്യാനും പറ്റും. ചങ്ങനാശ്ശേരി വരെയായി ഗൈസ്, അല്ലേ അമ്മേ? ചങ്ങനാശ്ശേരി എത്തി. ബ്രേക്ക്. ഇനി ഞങ്ങൾ സ്ഥലം മാറും. കുറച്ച് നേരം ഇനി ഞാൻ ഫ്രണ്ടിൽ ഇരിക്കും. മിക്കവാറും ഈ ഇരുത്തം ഞാൻ ഇടുക്കി വരെ ഇരിക്കാൻ ചാൻസ്. ചായ കുടിക്കുന്നു. ഞങ്ങൾ ഇനി കുറച്ച് നേരത്തേക്ക് ഒരു ഷോർട്ട് ബ്രേക്കിലായിരിക്കും. കാര്യം പപ്പ ഇത്ര നേരം വണ്ടിയൊക്കെ ഓടിച്ച് വന്നതിനെ കൊണ്ട് ഒരു ചായ എന്താണേലും വേണം, അത് മസ്റ്റാണ്. പപ്പ ചായയൊക്കെ ഇങ്ങനെ ഫ്ലാസ്കിൽ ഇട്ടുകൊണ്ട് വന്നു. ഞാൻ സീറ്റൊന്ന് മാറി ഫ്രണ്ടിലേക്ക് ഇരുന്നു. നമുക്കിനി ഒരു ചായ ഒക്കെ കുടിച്ച് നേരം മെല്ലെ അങ്ങ് വിടാം. ചെറിയ പുതിയ പപ്പാണ്. പപ്പായ്ക്ക് വിത്തൗട്ട്, ഞങ്ങൾക്ക് 4 മണിക്ക് ചായ കുടിക്കാൻ നേരം ഒരെണ്ണം കഴിക്കാൻ പറ്റാ. ഓ, ആലോചിക്കാം. ഇതാണ് മമ്മി ഉണ്ടാക്കിയ കുമ്പിളപ്പം. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ ട്രാവലിംഗ് ചെയ്താലും ഇങ്ങനെ ഒരു ഫുഡൊക്കെ വാങ്ങി ഇടയ്ക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടായിരിക്കും ഞങ്ങൾ ഒട്ടുമിക്ക സമയത്ത് പോവാറ്. കാര്യം എന്തോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഒരു റിലാക്സേഷനും ഫണ്ണും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഫുഡെല്ലാം കഴിച്ചാൽ അമ്മയ്ക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചാൽ നമുക്കിനി നേരെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്താലോ. ഗൈസ്, ഓൾവേസ് വെയർ സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഈസ് എ മസ്റ്റ്. അങ്ങനെ സീറ്റ് ബെൽറ്റൊക്കെ ധരിച്ച് ഞാൻ മുടിയൊക്കെ മേലോട്ടേക്ക് കൊണ്ടുകെട്ടി ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഓ മൈ ഗോഡ്, ഇടുക്കിയൊക്കെ ആവുന്നതിന് മുന്നേ ഇങ്ങനെ കുറേ ഗ്രീനറൊക്കെ കാണുമ്പോൾ എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിതേ പാലാ വഴി എന്നുള്ള റോഡൊക്കെ കണ്ടിട്ട് കാഞ്ഞിരപ്പള്ളി ആ റൂട്ട് പിടിച്ച് ഞങ്ങൾ മെല്ലെ അങ്ങ് പോവുകയാണ്. ആൻഡ് പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് പപ്പയമ്മ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ചേർച്ച് ഉണ്ട്, അത് കാണിച്ചു തരാമെന്ന്. ഇത് പറഞ്ഞേ. പ്രശസ്തമായ ഒരു പള്ളിയാണ്, പഴയ കാലത്തെ പള്ളി. പക്ഷെ പെയിന്റ് അടിച്ച് പണ്ട് നമ്മൾ പോകുന്നില്ല, പഴയ ആണോ? കല്ലായിരുന്നു. കല്ലോ? അതിന്റെ ഒറിജിനൽ കല്ലായിട്ട് ഭയങ്കര രസമായിരുന്നു. ചില ഇംഗ്ലീഷ് പള്ളികൾ. അങ്ങനെ ചേർച്ചെല്ലാം കണ്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും മുൻപോട്ടേക്ക് നീക്കിയപ്പോഴത്തേക്കിനും കുറേ പൈനാപ്പിൾ തോട്ടം എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയപ്പോഴത്തേക്കിനും നിങ്ങൾ ഈ പാലം ഓർക്കുന്നുണ്ടോ? ഈ പാലം എന്ന് വെച്ചാൽ നമ്മുടെ പ്രളയം നടന്ന സമയത്ത് ഈ പാലത്തിൻ്റെ മേളിലാണ് ഈ ഉള്ള വെള്ളം എല്ലാം കൂടി വന്ന് നിന്നിട്ട് വേസ്റ്റും കാര്യങ്ങളെല്ലാം വന്ന് ഡെപ്പോസിറ്റ് ആയത് ആ ഒരു പാലത്തിലായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് പപ്പയും മമ്മിയും എനിക്കിങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. രസമുണ്ട്, അടിപൊളി. എനിക്ക് ഇഷ്ടമല്ലേ കാരഞ്ചി കൂടി വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലാണ്, എക്സൈറ്റഡ്. അമ്മയ്ക്കോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂടില്ല, ഭയങ്കര ചൂട് അങ്ങനെയൊന്നുമില്ല. ആലപ്പുഴയിലൊക്കെ ചൂടൊന്നുമില്ല. എങ്ങനെ വന്നാലും ഈ ഏത് ചൂടാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ കുട്ടിക്കാലത്തൊരു
അങ്ങനെ കുട്ടിക്കാനത്തെ മഞ്ഞു ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുൻപോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ്. കാര്യം നമ്മൾ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് നെടുങ്കണ്ടം ഇടുക്കിയൊക്കെ അടുക്കാറാവുമ്പോഴത്തേക്കിനും നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടെ പൊട്ടി ഒലിച്ചൊഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ അതിൽ വെള്ളമില്ല, ഒരു ഇച്ചിരി വെള്ളമേ ഉള്ളൂ. അമ്മയെ കാണുന്നില്ല. അപ്പം ചെവി അണഞ്ഞ് ചെറുതായിട്ട്. ഇതെവിടെയാ അമ്മ? നമ്മൾ കുട്ടിക്കാനം. നമ്മൾക്ക് ഇനി ഫുഡൊക്കെ തണുപ്പ്, നമുക്ക് ഫുഡ് കഴിക്കാം. ഇത് എൻ്റെ മെയിൻ വിനോദമാണ് ഗൈസ്. അമ്മ ഫുഡൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പപ്പ ഇങ്ങോട്ട് വന്നേ, പപ്പയുടെ തലേന്ന് കാണിച്ചു കൊടുത്തേ. ഇതിനകത്തിനാ സോപ്പ് വേണോ? എൻ്റെ പേപ്പർ സോപ്പുണ്ട്. അമ്മ ഒരു കല്ലിന്റെ പുറത്ത് കയറിയിട്ട്, ഞാനിവിടെ ഡിക്കിയുടെ ബാക്കിലിരിക്കും. പാസഞ്ചർ പ്രിൻസ്. ഈ വണ്ടി പോന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കണു. അതിൻ്റെ ചോറാണോ ഡിക്കി ഇരിക്കുന്നേ. അമ്മ എല്ലാ കറികളും ഉണ്ട്. ഇതാ ഓക്കെ, മോരൊഴിച്ചത്, തോരന്, മീന്, നല്ല വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത് നല്ല ടേസ്റ്റി തണുത്തപ്പം ആട്ടാറൂണ്. ഞാൻ കഴിച്ചോട്ടെ. ഇനി എല്ലാവരും ഫുഡ് കഴിക്കുകയാണേ. ഫേവ കഴിക്കുന്നുണ്ടാ? ഇതാണ് ഫേവയുടെ പരിപാടി. ഫേവ ഫുഡ് കഴിക്കുന്നുണ്ടാ? എന്തൊക്കെയുണ്ടോ നോക്കിയേ. നല്ല സൂപ്പർ മീൻ കറി, ഇടയിൽ മീൻ പൊരിച്ചതും ഉണ്ട്, തോരൻ, മോര്, പപ്പടം. ഇവിടെ പപ്പടം ഉണ്ടായിരുന്നു, കാണുന്നില്ല പപ്പടം. ഇവിടെ ബാക്കിലുണ്ട്. ശരി. ചെറുപ്പം തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണിത്. ഞങ്ങളിങ്ങനെ വഴിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വണ്ടി നിർത്തി നെടുങ്കണ്ടത്തിന് പോകുന്ന സമയത്ത് ഇങ്ങനെ ഫുഡൊക്കെ പാഴ്സൽ ചെയ്തുകൊണ്ട് വന്ന് എനിക്ക് ഡിക്കിലിരുന്ന് കഴിക്കണം. ഒട്ടുമിക്ക എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലും ഇത് മെയിൻ ആയിട്ട് കിടക്കുന്നൊരു ഫാക്ടറാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമാണ്. അതും നമ്മൾ ഇപ്രാവശ്യം ചെയ്തു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര മുൻപോട്ടേക്ക് തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴി കുട്ടിക്കാനം എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നോട്ട്ബുക്ക് മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കോളേജ് ഉണ്ട്, വിച്ച് ഈസ് മരിയൻ കോളേജ്. കോളേജ് എത്തുമ്പോൾ തന്നെ പണ്ടൊക്കെ നമുക്ക് കോളേജിൻ്റെ അകത്ത് കയറുകയൊക്കെ ചെയ്യായിരുന്നു ഫ്രീ ആയിട്ട്. ഇപ്പം ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്കങ്ങനെ കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറാനോ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റില്ല. പണ്ട് ഞാൻ ഇതുപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ സമയത്തോടെ ഞങ്ങളങ്ങനെ വണ്ടി നിർത്തിയില്ല. ഞങ്ങൾ ജസ്റ്റ് പാസ് ചെയ്ത് ആ വഴി അങ്ങ് ഞങ്ങൾ കോളേജൊക്കെ കണ്ട് ഞങ്ങളങ്ങ് പോയി. ആൻഡ് കോളേജിൻ്റെ പള്ളിയും കാര്യങ്ങളൊക്കെ തൊട്ടടുത്തുണ്ട്. ഈ കോളേജ് കാണുമ്പോൾ എനിക്ക് ആ മൂവിയുടെ നൊസ്റ്റാൾജിയാണ് ഗൈസ് അടിയുന്നത്. പിന്നെ പപ്പയും മമ്മിയും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സ്കൂളിലാണ് ഈ കോളേജിലാണ് ഈ പെർട്ടിക്കുലർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യം വേണം ഗൈസ്. ചായ, അതും കുഞ്ഞു ചായക്കടയിൽ ചായ കുടിക്കാം നമുക്ക്. ഇടുക്കി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ചായ ഇല്ലാണ്ട് പറ്റൂല മക്കളെ. നേരെ ഒരു ചായക്കട കണ്ടു, ഞാനും പപ്പ അങ്ങോട്ടങ്ങ് കയറി. എക്സ്ക്യൂസ് മീ മാം. എൻ്റെ ആദ്യത്തെ ചായ ഇടുക്കി വന്നതിന് ശേഷം ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ ഓടി വരുന്നു. അടിപൊളി തേയിലക്കാട് എൻ്റെ അപ്പൻ്റെ വകയാ കേട്ടോ. നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നും. അതുകൊണ്ട് ദിസ് ഇസ് മൈ സ്വന്തം ഫാദേഴ്സ് പ്രോപ്പർട്ടി. ഈ ചായക്കകത്തിട്ടിരിക്കുന്ന തേയില വരെ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയതാ. ഇടുക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കിളി വന്നിട്ട് 10 നില പാറും. വരും, നമുക്ക് പോകാം. അങ്ങനെ കുറച്ച് നേരത്തെ ചാട്ടവും ബഹളവും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഈ പപ്പ പറഞ്ഞ പോലെ ഇങ്ങനത്തെ യാത്രകളോടൊരു പ്രത്യേകതരം പ്രണയമാണ്. പോരാത്തതിന് ഒരു സൂപ്പർ സൺസെറ്റും കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പപ്പയുടെ നാട്ടിലെത്തിയിട്ട് തന്നെ പപ്പയുടെ ഒരു കൂട്ടുകാരനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഒന്നും നോക്കിയില്ല, നേരെ അവിടെ ഒരു ചായക്കടയിൽ കയറി
നമ്മൾ അടുത്ത ചായ ഓർഡർ ചെയ്തു. അവർ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം കണ്ടതിൻ്റെ ആയിട്ടുള്ള പരിചയം ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തു. നമുക്ക് എന്താണെങ്കിലും ഇരുട്ടുന്നതിന് മുന്നേ നെടുങ്കണ്ടത്ത് എത്തണം. നെടുങ്കണ്ടത്ത് ഇരുട്ടുന്നതിന് മുൻപ് എന്താണെങ്കിലും എത്തുകയില്ല, എന്താണെങ്കിലും ഇപ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങി. ഒരുപാട് വൈകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ മെയിൻ മോട്ടോ എന്താണെന്ന് വെച്ചാൽ ഇനി നെടുങ്കണ്ടത്ത് എത്തണം എന്നുള്ളതാണ്. ആൻഡ് അടിപൊളിയായിരുന്നു. ആൻഡ് ബ്യൂട്ടിഫുൾ സൺസെറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത്. എനിക്ക് മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിയ രീതിയിലൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഈ ഒരു റോഡ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ്. ഹായ് ഗൈസ്, അപ്പം എനിക്ക് ആ വീഡിയോൻ്റെ അത്രയുമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് സിറ്റുവേഷണൽ ഇഷ്യൂസും പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായ്മയും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് കംപ്ലീറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിവേ ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് മാത്രമായിരുന്നു അത്. നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കിനും തിരിച്ച് നേരെ പള്ളിക്കുന്ന് പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് റോയങ്കളിലൊക്കെ വീട്ടിലേക്കാണ്, നെടുങ്കണ്ടത്തേക്ക്. അവിടെ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം പിന്നീട് എന്ത് പറ്റി എന്നുള്ള ഡിസ്ക്ലെയിമർ മാത്രമാണിത്. ഇത് കഴിഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ഡേ നമ്മൾ എവിടെ പോയി എന്ന് ചെയ്തെന്നൊക്കെ ഉള്ളതിൻ്റെ വ്ളോഗ്സ് ഉടനെ വരുന്നുണ്ട്. സോ ഇതുവരേക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എന്താ പറയുക, ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ അവിടെ സൈഡിലൊരു നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.